ഹലോ ഫ്രണ്ട്സ്, ആൻ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി. വിചിത്രമായ പേരല്ലേ? നമ്മുടെ പ്രിയങ്കരനായ നടൻ ഹരിശ്രീ അശോകൻ സംവിധാനം ചെയ്ത് ഇന്ന് റിലീസായ മലയാള പടമാണിത്. ആൻ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി. ഹരിശ്രീ അശോകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഇത്. സുരാജ് വെഞ്ഞാറമൂട് ഒഴികെ മലയാളത്തിൽ ഇന്ന് സജീവമായ ഒട്ടുമുക്കാലും കോമഡി താരങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോമഡി എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടതും. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കോമഡി പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ഹരിശ്രീ അശോകൻ ഫാൻസിനുമൊക്കെ തീർച്ചയായും ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമ തന്നെയാണ്. മാത്രമല്ല, ഹരിശ്രീ അശോകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ എന്നുള്ള രീതിയിൽ മലയാളികൾ പ്രോത്സാഹിപ്പിക്കേണ്ട സിനിമയുമാണ് ഇത്. പക്ഷേ ഒരു സിനിമ എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ നിരാശയാണ് ഈ സിനിമ സമ്മാനിക്കുന്നത്. എവിടെ തുടങ്ങി, ഏത് വഴിയൊക്കെ പോയി, എവിടെ ചെന്ന് അവസാനിച്ചു, ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോഴാണ് ഈ സിനിമയിലെ കഥയില്ലായ്മ നമുക്ക് ബോധ്യപ്പെടുന്നത്. സിനിമയുടെ തുടക്കമൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ നന്ദുവിൻ്റെ കഥാപാത്രം ദീർഘനാളായുള്ള മലേഷ്യൻ ജീവിതവുമൊക്കെ അവസാനിപ്പിച്ച് ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം നാട്ടിലേക്ക് എത്തുന്നതോടെ സിനിമയ്ക്കുണ്ടായിരുന്ന ആ പഞ്ച് നഷ്ടപ്പെട്ടു പോവുകയാണ്. സത്യത്തിൽ സിനിമയുടെ ഇൻ്റർനാഷണൽ കഥയും അവിടെ അവസാനിച്ചു എന്ന് പറയാം. പിന്നീട് വരുന്ന ലോക്കൽ സ്റ്റോറിയിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന, എല്ലാ രംഗത്തും തിരികെ കയറ്റിയിരിക്കുന്ന ചിരി വരാത്ത കോമഡികൾ കൊണ്ട് നിറഞ്ഞതാണ്. ചിത്രത്തിൽ സംവിധായകനായ ഹരിശ്രീ അശോകൻ തന്നെ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഒരു തലമുറയിൽ നിന്ന് തുടങ്ങി മറ്റൊരു തലമുറയിലേക്ക് മാറുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത്. പഴയ തലമുറയിൽ നന്ദു, ഹരിശ്രീ അശോകൻ, ശോഭാ മോഹൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും ഉള്ളത്. പുതിയ തലമുറയിൽ രാഹുൽ മാധവ്, ധർമ്മജൻ ബോൾഗാട്ടി, ബിജു കുട്ടൻ, ടെനി ടോം, മനോജ് കെ ജെയിൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ളത്. സിനിമയുടെ പ്രധാന കഥയുമായി നോക്കുമ്പോൾ യാതൊരു പ്രാധാന്യവുമില്ലെങ്കിലും ജോൾസിനായി ഇന്നസെൻറ്റും, MLA ആയി സലിംകുമാറും, ഒരു ലോക്കൽ നേതാവായി കലാഭവൻ ഷാജോണുമൊക്കെ ചിത്രത്തിലുണ്ട്. സുരഭി സന്തോഷാണ് ഈ സിനിമയിലെ നായിക എന്ന് പറയാം. ഇഷ്ടംപോലെ വെള്ളമടി സീനുകളും മദ്യപിച്ച ശേഷമുള്ള കോമഡി നമ്പറുകളുമൊക്കെയാണ് സിനിമയിൽ അധികവും നമ്മൾ കാണുന്നത്. സുരേഷ് കൃഷ്ണയുടെ സ്കെച്ച് റോണിയും ബൈജുവിൻ്റെ സ്ഥലം എസ്ഐയും ശ്രദ്ധേയമായിട്ടുണ്ട്. ആൽബി ആന്റണിയാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് 3 പേരാണ്. ഗോപി സുന്ദർ, നാദിർ ഷാ, അരുൺ രാജ്. രതീഷ് രാജാണ് ചിത്രത്തിന് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഹരിശ്രീ അശോകൻ ആദ്യമായി സംവിധാനം ചെയ്ത ആൻ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 2.75 ഔട്ട് ഓഫ് 5 ആണ്. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി, ഒരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.